ഡിസൈപ്പിൾ മേക്കിംഗ് പാർട്ട് 2, ശിഷ്യന്മാരെ ഉണ്ടാക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 16:16 ആദ്യം എടുത്ത ദൈവം പറയുന്നു, ഡിസൈപ്പിൾസിനോട് ഗോ യു ആൻഡ് ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ് പകർന്നു കൊടുത്തിട്ട് അത് പടർന്ന് അവിടുന്ന് ഡിസൈപ്പിൾസും അവിടുന്ന് അതിശയങ്ങൾ ചെയ്യുന്നവരും അതിൽ നിന്ന് ദൈവരാജ്യം വലുതാക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതൊരു കമാൻഡാണ്, അത് നമുക്ക് ചുമ്മാ ഇരിക്കാനൊക്കത്തില്ല. എന്നാൽ ഈ ഡിസൈപ്പിൾഷിപ്പ് മേക്കിങ് മനുഷ്യരിലല്ല തുടങ്ങിയത്, ആദ്യമേ സ്വർഗത്തിലാണ് തുടങ്ങിയത്. ആദ്യം തുടങ്ങിയതിനാണ് ലൂസിഫർ ആയിരുന്നു കർത്താവിൻ്റെ ജോലി, ദൈവത്തിൻ്റെ വലിയ ജോലികൾ ചെയ്യാൻ. ലൈറ്റ് ബെയറർ, അതായത് വെളിച്ചത്തെ കൊണ്ടു നടക്കുന്ന വ്യക്തി എന്നാണ് ലൂസിഫറിനെ കുറിച്ച് പേരിട്ടിരുന്നത്. അത് കഴിഞ്ഞ് അവൻ ദൈവത്തിനെതിരായിട്ട് നിന്നപ്പോൾ വെട്ടേറ്റ അരുണോദയ ശുക്ര എന്ന് വെച്ചിട്ട് യെശയ്യാ പറയുന്നു, ഈ ചുള്ളിയാണോ, ഈ ചുള്ളിക്കമ്പാണോ മനുഷ്യനെ പേടിപ്പിക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മഹത്വവും പദവിയും എല്ലാം സ്വർഗത്തിൽ നിന്ന് വെട്ടിമാറ്റിയാണ്. എന്നാലും ഇപ്പം മനുഷ്യരെ അവൻ്റെ നുണ പറഞ്ഞ് മനുഷ്യരെ പീഡിപ്പിച്ച് എത്രയോ പേര് അടിമകളായിട്ട് ജീവിക്കുന്നു. ഓർക്കണേ, വെട്ടേറ്റ് നിലംപരിശായിട്ടുള്ള അരുണോദയ ശുക്രൻ ഈ ലൂസിഫർ, അവനിപ്പോൾ ഒരു അധികാരവും ശക്തിയില്ല. ഇച്ചിരെങ്കിലും ഉണ്ടായിരുന്ന ക്രൂശയിൽ വെച്ച് കർത്താവ് ക്രൂശമരണേറ്റം അതും പോയി. പക്ഷേ ഇവൻ എത്രയോ തരത്തിലാണ് മനുഷ്യനെ നുണ പറഞ്ഞ് മനുഷ്യൻ്റെ ബുദ്ധി മന്ദിപ്പിച്ച് സത്യദൈവത്തിൽ നിന്ന് മാറ്റി അവൻ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് മനുഷ്യരെ അകറ്റി നിർത്തുന്നു. അപ്പം നമുക്കൊരു വലിയ ജോലിയുണ്ട്. ഈ ഇരുട്ട് പിടിച്ച ഈ സ്ഥലത്ത്, ഇരുട്ട് പിടിച്ച എന്തുകൊണ്ടാണ്? ആദത്തിന് ഹവ്വായ്ക്ക് അബദ്ധം പറ്റി നമ്മളെ ഏൽപ്പിച്ചത്, നമ്മൾ ലൂസിഫറിനെ അല്ലെ പിശാചിന് അടിമതിയായിട്ട് പിശാചിന് വിറ്റ് കളഞ്ഞു. നമ്മൾ ഭൂമി മുഴുവനും ഭരിക്കാനും ലോകത്തിൽ തൻ്റെ ഗോയി ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത്, അതായത് സന്താന ഉണ്ടാക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചത്. നമ്മളന്നേരം ദൈവത്തിന് മറന്നിട്ട് ലൂസിഫറിൻ്റെ സൈഡിൽ നിന്നു. അങ്ങനെ നമുക്ക് പറുദീസ നഷ്ടപ്പെടുക ചെയ്തു. ആ ഒരു സ്റ്റേജിൽ അപ്പം ഡിസൈപ്പിൾഷിപ്പ് സ്റ്റാർട്ടഡ് ഇൻ ഹെവൻ ഫസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യരായപ്പം കർത്താവ് ഡിസൈപ്പിൾസിനെ പല പ്രാവശ്യമായിട്ടുണ്ടാക്കിയത് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തു 12 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഡിസൈപ്പിൾഷിപ്പ്. എന്നാൽ ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഓൾ ത്രൂ ഔട്ട് ദ ബൈബിൾ. അത് കഴിയുമ്പോൾ എന്തിനാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇൻറ്റിമസി, ദൈവവുമായിട്ടുള്ള പ്രത്യേക ഒരു സ്നേഹത്തിന് വേണ്ടി, അത് അപ്പനും മക്കളും കൂടെയുള്ള കഴിവ് എന്ന് പറഞ്ഞ പോലെയാണ് ദൈവം ഉദ്ദേശിച്ചത്. കാരണം അവൻ്റെ ഛായയിലും സ്വരൂപത്തിലോ നമ്മളെ എന്താണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വായിക്കാം. സങ്കീർത്തനത്തിന് സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, 8-ാം സങ്കീർത്തനം ഞാൻ വായിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിൻ്റെ തേജസ്സെ വെച്ചിരിക്കുന്നു. നിൻ്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ. അപ്പോൾ ആകാശവിധാനം ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുന്നുണ്ട്. അതുകൂടാതെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. കൊച്ചു പൈതങ്ങൾക്ക് ബലമുണ്ട് ഉള്ളിൽ, ബിക്കോസ് അവർ ഇന്നസെൻ്റാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് ദൈവം വലിയ വില കൊടുക്കും. നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. അതായത് നിൻ്റെ കൈപ്പണിയായിട്ടുള്ള ഈ ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരെ നക്ഷത്രങ്ങളെയും കാണുമ്പോൾ നിൻ്റെ ആ മഹത്വം അത് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം മനുഷ്യനെ ഓർക്കാൻ എന്തിരിക്കുന്നെന്ന് അത് നോക്കുമ്പോൾ നമ്മളൊന്നേ ഇല്ലെന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഈ ആകാശമണ്ഡലത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ ഓരോ വ്യക്തികൾ വളരെ ചെറുതായിട്ട്. പക്ഷെ കർത്താവ് പറയുന്നത് എന്തുവാ? ദാവീദ് ആത്മാവി പറയുന്നത് ദൈവം നമ്മളെയാണ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പം ദൂതന്മാരെക്കാട്ടിൽ ഉന്നത പദവി ഇവിടെ എഴുതിയിരിക്കുന്നത്. തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ചിരിക്കുന്നു. നമുക്ക് തേജസ്സും ബഹുമാനവും അവൻ ഇട്ടിരിക്കുക. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. കണ്ടോ? ദൈവം പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാത്തിനും അധിപതിയാക്കിയ നമ്മളെ വെച്ചിരിക്കുന്നു. എത്ര പേരങ്ങനെ ജീവിക്കുന്നുണ്ട്? എത്ര പേർക്ക് ആ സത്യം അറിയാം? നമുക്കെല്ലാം ഒരാളൊന്ന് പേടിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ധൈര്യം പോകും. ഒരല്പം കൂടെ പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ബലവും ഇല്ലാതായി കഴിഞ്ഞാൽ ആളുകൾ പറയുന്നവരുടെ അടിമയായി മാറും. പക്ഷെ ദൈവം പറയുന്നത് നിൻ്റെ സകലത്തിൻ്റെയും അധിപതിയാക്കി നിന്നെ വെച്ചിരിക്കുക, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ പറയുന്ന പോലെ നടക്കത്തുള്ളന്നേ. ആടുകൾ, കണ്ട് മൃഗങ്ങൾ, ശരി, നല്ല സത്യം പറഞ്ഞാൽ മൃഗങ്ങൾ പോലും മനുഷ്യനെ അനുസരിക്കുന്നില്ലേ? എത്ര വൈൽഡായിട്ടുള്ള ആനിമൽസ് പോലും മനുഷ്യൻ്റെ അടുക്ക വരും മര്യാദയാകും. ആടുകളെയും കാളകളെയുമെല്ലാം
കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ അടക്കി ഭരിക്കണമെന്ന്. ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഏൽപ്പിച്ചത്. എന്നിട്ട് ഈ പദവി ഉണ്ടായിട്ട് നമ്മൾ വീണ്ടും കൂടുതൽ വേണേ കൂടുതൽ വേണേ കൂടുതൽ വേണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൂസിഫർ അത് തന്നെ ചെയ്തത്. എല്ലാ സൗകര്യം ചിന്തിച്ച് നോക്കി, ഇത്രമാത്രം ഡയമണ്ട്സും പ്രഷ്യസ് മെറ്റലും ഗോൾഡും സിൽവറും എല്ലാം വെച്ച് ഉണ്ടാക്കി അതിമനോഹരമായിട്ട് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും ഉണ്ടായിരുന്ന ലൂസിഫർ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് അത് പോരാ, ഇനിയും കൂടുതൽ വേണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ച് ദൈവത്തെപ്പോലെയാകും, ഉത്തരഗിരിയിൽ ഞാൻ കയറിയിരിക്കും, ദൈവമാകും, ദൈവത്തിനോട് സമനാകും എന്ന് ചിന്തിച്ചപ്പോഴേ വെട്ടവരും. അപ്പം മനുഷ്യന് ഈ പന്ന സ്വഭാവം തന്നെയാണ് ഉള്ളത്. എത്ര കിട്ടുന്നോ അത് കൂടുതൽ കൂടുതൽ. അപ്പം ദൈവം പറയുന്നു, ഉൽപ്പത്തി 2:7 പറയുന്നു, യഹോവയെ ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട്. അപ്പം നോക്കണേ, വളരെ പ്രധാനം. ലൂസിഫറിനെ ഉണ്ടാക്കിയത് പ്രഷ്യസ് മെറ്റൽ, വിലപിടിപ്പുള്ള കല്ലുകളും രത്നങ്ങളും പിന്നെന്തോ സ്വർണവും കൊണ്ടും, പിന്നെ തങ്കം കൊണ്ട്, വെള്ളി കൊണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം അങ്ങനത്തെ എല്ലാം ഇവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. പാട്ടുകൾ പാടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രമാണി ലൂസിഫറായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രഷ്യസായിട്ടും വിലപിടിപ്പുള്ള സാധനം കൊണ്ട് ആദ്യത്തെ സൃഷ്ടി ഉണ്ടാക്കി, അത് തെറ്റി. പക്ഷേ ദൈവം രണ്ടാമതുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? വിലപിടിപ്പുള്ള സാധനമല്ല ദൈവം ഉപയോഗിച്ചത്, ഭൂമിയിലെ പൂഴി മണ്ണ്. അത് നമ്മൾ കണ്ടിട്ട് നല്ല ചെളിമണ്ണ് ചെറുതെടുത്തെടുത്ത് എന്ത് സോഫ്റ്റ്, ആ മണ്ണാണ് എടുത്ത് ഉപയോഗിച്ചതെന്ന്. മണ്ണിൽ നിന്ന് എടുക്കുന്നെന്ന് പറയുന്നത് ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് കണ്ട. ആദ്യം ലൂസിഫറിനെ വലിയ മെറ്റൽസും വിലപിടിപ്പും, ഇപ്പം മനുഷ്യനെ പൊടി ദൈവത്തിന് നമുക്ക് വിലയുണ്ട്, പക്ഷേ പ്രഷ്യസ് മെറ്റൽ വെച്ച് ഇതിനെന്ത് വില? അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ഈ മൺപാത്രമാകുന്ന നമ്മളിലേക്ക് ജീവശ്വാസം ഊതിയിട്ടപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായി മാറുന്നു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറുന്നു. ഇതൊക്കെ എത്ര വർണ്ണിച്ചാൽ ഇത് മനസ്സിലാകൂല. പൂഴിയൊക്കെ നമുക്കിപ്പോൾ മണ്ണിൽ കാണുമ്പം പൊടിമണ്ണ് കണ്ടാലും പൂഴി കണ്ടാലും നമുക്കൊരു റെസ്പെക്റ്റാണ്. കാരണം എന്താ? ഇതിൽ നിന്നാണ് നമ്മളെ ഉണ്ടാക്കിച്ച് ദൈവശ്വാസം ഊതിയത്. ദൈവത്തിൻ്റെ കഴിവ്, അപാരമായ സൃഷ്ടാവിൻ്റെ കഴിവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കിഴക്ക് ഏദൻ തോട്ടം ഉണ്ടാക്കി മനുഷ്യനെ അവിടെ ആക്കി. 2 വൃക്ഷം, ഒന്ന് ജീവവൃക്ഷം, രണ്ടാമത്തേത് നന്മതിന്മയുടെ വൃക്ഷം. എന്നിട്ട് എന്ത് സെറ്റി? ഒരു നദി അതിൽ കൂടെ പുറപ്പെട്ടു, 4 ശാഖ, പീശേൻ, ഗീഹോൻ, ഹിദക്കേൽ ആൻഡ് ഫ്രാത്ത്. തോട്ടം നനയ്ക്കാനും ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു, തോട്ടം നനയ്ക്കാനും തോട്ടം നോക്കാനും. അപ്പോൾ 2 ഉൽപ്പത്തി ആയപ്പോൾ 2-ാം ഉൽപ്പത്തി അധ്യായത്തിലെ മനുഷ്യനെ തക്കതായ തുണയില്ലെന്നും പറഞ്ഞ് ദൈവം തമ്പുരാൻ മനുഷ്യൻ്റെ വാരി ഉറക്കിയിട്ട് അവൻ്റെ വാരിയിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി, ഹവ്വ എന്ന് പേരിട്ടു. മനുഷ്യൻ അപ്പനും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവൻ ഏകദേഹമായി തീരും. അപ്പം ഈ സ്വർഗത്തിൽ മനോഹര വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ ലൂസിഫർ ഇപ്പോൾ പ്രഭ പോയതിനാൽ വെട്ടേറ്റ് നിലം വെച്ച് കിടക്കുന്നു. എന്നാൽ ഇപ്പോൾ ലൂസിഫറിനെ നമ്മൾ അറിയുന്നത് പിശാചിനെ സേറ്റൻ എന്നാണ്. ഹി ഈസ് ജലസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അവനിപ്പം ജലസി അല്ലെ അസൂയ നമ്മളോടാണ്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായ, നമ്മളിതിനെല്ലാം ഭരിക്കുന്നെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് അവനത് പഠിച്ചെടുക്കാൻ വേണ്ടി ഹവ്വായെ വശീകരിച്ചത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉള്ളതിൽ തൃപ്തിപ്പെടാതിരുന്നു പോയോ നമ്മൾ വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകും. കൂടുതൽ വേണമെന്ന് ചിന്തിക്കാതെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവിൽ സന്തോഷിക്കാൻ പഠിക്കണം. നിങ്ങൾ മരിക്കാതിരിക്കാൻ തോട്ടത്തിലുള്ള നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ പാമ്പ് സ്ത്രീയോട് ചോദിച്ചു, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്ന്. അതവൾ വിശ്വസിച്ചു, അത് കഴിച്ചു. അതോടുകൂടി ഭാര്യയ്ക്കും ഭർത്താവിനും നഗ്നതയായി. അവരെ ഫിഗിൻ്റെ ലീവ് കൊണ്ട് അല്ലെങ്കിൽ അത്തിവൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് ഉടുപ്പുണ്ടാക്കി. വൈകിട്ട് ദൈവം വന്നപ്പോൾ അവർ നഗ്നരെന്ന് മനസ്സിലാക്കി. അവർക്ക് ദൈവം തമ്പുരാൻ ശിക്ഷ കൊടുക്കുകയാണ്. എന്താണ്? സ്ത്രീക്ക് കൊടുത്ത ബുദ്ധി ജ്ഞാനം പോരാഞ്ഞിട്ട് മോർ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബലഹീനമായ കാര്യം കൂടുതൽ വേണം എന്ന് ചിന്തിക്കുകയാണ്. അതിന് പകരം കർത്താവ് പറയുന്ന ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരും. മേക്ക് മോർ ഡിസൈപ്പിൾസ്, ഗോ ഔട്ട് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ആളുകളെ ഉണ്ടാക്കുക. അങ്ങനെ നമ്മളെ ദൈവം പുതിയ സൃഷ്ടികളാക്കി വെച്ചിരിക്കുന്നത് ഡിസൈപ്പിൾസ് ഉണ്ടാക്കുന്നതിനും കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും പറയാനുമാണ്.
വചനം പറയാതെ ഡിസൈപ്പിൾസ് ഉണ്ടാകും. അപ്പോൾ ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബ്രോഡർ മീനിങ് എടുക്കണം. കർത്താവിൻ്റെ ജോലി ചെയ്യുന്നവരായി മാറുകയാണ്. അതാണ് നമ്മൾ അപ്പോസ്തലന്മാരെ ഡിസൈപ്പിൾസ് എന്നൊക്കെ. ശിഷ്യൻ എല്ലാവരും ശിഷ്യന്മാരല്ലേ? ഇപ്പോൾ എല്ലാ പദവിയും നമുക്ക് തന്നില്ലേ? പരിശുദ്ധാത്മാവ് നമ്മളിലില്ലേ? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് പിടിക്കൂല. പക്ഷേ സത്യം അതല്ലേ? ഇപ്പോൾ എൻ്റെ മക്കൾ 12 പേരുണ്ടെന്നിരിക്കട്ടെ, 12ാമത്തെ കുഞ്ഞ് എനിക്ക് വലുത്, അതെനിക്ക് പ്രഷ്യസാണ്. അവന് മൂത്തവനെ പോലെ തന്നെ അവനും വിലയുണ്ട്. ഒരു കാലത്ത് ചിലപ്പോൾ അവനായിരിക്കും മറ്റുള്ളവരെ കുറിച്ചിലും കാര്യപ്രാപ്തിയായിട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ദൈവം നമ്മളെ കാണുന്നത്. വലിപ്പച്ചെറുപ്പം അല്ല ഇവിടെ ആവശ്യം. സത്യങ്ങൾ അറിയുക. ഗെറ്റ് ഔട്ട് ഓഫ് ദ പ്ലേസ്. അകത്തിരിക്കാതെ പുറത്തിറങ്ങി ദൈവ ശുശ്രൂഷയ്ക്ക്, ദൈവവചനം പറയാൻ. എന്താണ് താലന്തെന്ന് വെച്ചാൽ അതെടുത്ത് ഉപയോഗിക്കാൻ ദൈവം അനുവദിക്കട്ടെ. ഇവിടെ വെച്ച് നിർത്തുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. സ്തോത്രം സ്തുതി. മനുഷ്യനെ ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളാക്കി വെച്ചിട്ട് ഭൂമി മുഴുവനും അടക്കി ഭരിക്കുവാനും ദൈവത്തിന് കടന്നു വരാനുള്ളൊരു സ്ഥലമാക്കി പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വെട്ടിമാറ്റി ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾ മണ്ടത്തരത്തിൽ വീണ്ടും അത് പിശാചിന് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് ഈ ദുഷ്ടശക്തിയുടെ സകല അധികാരം എടുത്തു മാറ്റി വീണ്ടും മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാക്കാൻ പുത്രനെ തന്നു. പുത്രനെ സ്വീകരിക്കുന്നവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രനുള്ളവന് നിത്യജീവനെ തന്നിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരെ പോലെ, മക്കളെപ്പോലെ, കർത്താവിനെ അരുമ സന്താനങ്ങളെപ്പോലെ, കർത്താവിൻ്റെ ശിഷ്യന്മാരെ പോലെ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ, അപ്പച്ചൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൻ ഭൂമിയിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചതിൽ ഏറ്റവും പ്രധാനം അടക്കി ഭരിക്കുക. ഭൂമിയിലുള്ള സകലത്തിനെയും അടക്കി ഭരിച്ച് അത് മനോഹരമാക്കി ഭൂമി മുഴുവനും തൻ്റെ സന്താന പുഷ്ടിയെ കൊണ്ട് നിറച്ച് ഇതിൽ ദൈവത്തിൻ്റെ മക്കളുടെ വാസസ്ഥലമാക്കി ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യനോ ദൈവത്തിൽ നിന്ന് മറന്ന് സ്വാർത്ഥത, മോർ കൂടുതൽ ലൂസിഫർ പറഞ്ഞതുപോലെ എല്ലാവരും സ്വാർത്ഥരായിട്ട് അവനവനെ വലുതാക്കി മറ്റുള്ളവരെ ഉപദ്രവിച്ച് എത്രയോ കർത്താവെ അൺഈക്വലായിട്ട് എത്രയോ പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ യാതൊരു സാദൃശ്യമില്ലാത്ത പോലെ ദുഷ്ടൻ്റെ പ്രവർത്തനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നിടത്ത് അനേക മക്കൾക്ക് ദൈവത്തിലേക്ക് കടന്നു വരുന്ന സ്വർഗരാജ്യത്തിൻ്റെ ഉടമസ്ഥരാണെന്നും ദൈവമക്കളാണെന്നും അവകാശികളാണെന്നും മനസ്സിലാക്കി ജീവിപ്പാനും ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ലോകത്തിലെ എവിടെയും പോയി പ്രവർത്തിപ്പാനും കർത്താവെ ഇട്ടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ തന്നിരിക്കുന്ന താലന്തുകൾ ശരിയായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട് കർത്താവ്. ഞങ്ങളുടെ തലമുറകളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരട്ടെ പിച്ച. എല്ലായിടത്തും ഇരുട്ടത്തെല്ലാം വചനത്തിൻ്റെ പ്രകാശം അയച്ചു കൊടുക്കണമേ. നാഥൻ അവരെ കൈക്ക് പിടിച്ച് നടത്തി കൊണ്ടുവരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.